ഹലോ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാർക്ക് ഇങ്ങനെ കൂട്ടി നമ്മൾ അവസാനം 80 ഔട്ട് ഓഫ് 80 എന്ന് പറയുന്ന ടാർഗറ്റ് മാർക്കിലേക്ക്, A+ മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കും. അപ്പൊ അതിലേക്ക് ഒരു 5 മാർക്കും കൂടി ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ 5 മാർക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. നോട്ടീസ് എന്ന് പറയുന്ന 5 മാർക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, SSLCയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലൊരു ക്വസ്റ്റ്യൻ എന്താണ്? നോട്ടീസ് ആണ് 5 മാർക്കിന് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ മുത്തുമണിയാണ് അല്ലെ. ഡിസ്കോഴ്സുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഒന്ന് നോട്ടീസും, മറ്റൊന്ന് എന്തായിരിക്കും, പ്രൊഫൈലും ആയിരിക്കും. ഏതായാലും 9ാം ക്ലാസ്സിന്റെ എപ്പോഴത്തെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസ്കോഴ്സും കൂടിയാണ് ഇത് നോട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദിച്ചിട്ടില്ല, നോട്ടീസ് ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് പ്രതീക്ഷിക്കാം, നോട്ടീസ് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ഈ വീഡിയോ? ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോണ ഇൻട്രൊഡ്യൂസ് എ മോഡൽ ഓഫ് നോട്ടീസ്, എ ടെംപ്ലേറ്റ് ഓഫ് എ നോട്ടീസ്. ഒരു നോട്ടീസ് എഴുതുമ്പോൾ എന്തായിരിക്കണം അതിന്റെ രൂപം എന്ന് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നോക്കാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കാം. ഏത് ക്ലബിന്റെ കീഴിലാണ്, എന്താണ് പ്രോഗ്രാം, അതുപോലെ തന്നെ അതിൽ ഡേറ്റോ മറ്റോ കാര്യങ്ങളോ തന്നിട്ടുണ്ടോ, ഇനാഗുറേറ്റർ തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു മനസ്സിലാക്കുക. ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ക്ലബും അതുപോലെ തന്നെ പരിപാടി എന്താണെന്ന് നമുക്ക് തരും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവും, അത്യാവശ്യം എഴുതേണ്ട സെന്റൻസും ആയി തന്നെ ഉണ്ടാവും. അതെല്ലാം മാത്രം കടമെടുത്തുകൊണ്ട് ഈ ഒരു മോഡലിലേക്ക് നമുക്ക് എന്തിനെ മാറ്റാൻ പറ്റും, ഒരു നോട്ടീസിനെ മാറ്റാൻ പറ്റും. സോ when you write a notice, ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് നോട്ടീസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് കൊടുത്തോളാം. ഇതേപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ചാൽ ഏറ്റവും നല്ലത്, വൃത്തിയാക്കാൻ സാധിക്കും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സംഗതിയൊക്കെ ഒന്ന് അലൈൻമെന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കി പോയാൽ മതി. വരയുള്ള പേപ്പറിലാണ് നിങ്ങൾ ഇപ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്നത്. വരയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ബോക്സ് ഒന്നും വരച്ചിട്ടില്ലെങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഏതായാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടീസ് എന്നങ്ങണ്ട് എന്ത് ചെയ്തോളാം, ഫുള്ളി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കുക, നോട്ടീസ് എന്ന് എഴുതുക. അതിന്റെ തൊട്ട് താഴെ ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം കൊടുക്കുക. ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം, ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കരുത്, ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം കൊടുക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ, the social club of your school has decided to conduct a seminar on the topic child labor ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്ത് കൊടുത്താൽ മതി, ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം എ സെമിനാർ ഓൺ ചൈൽഡ് ലേബർ എന്ന് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് അത്രയേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അത് കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെ നെയിം ഓഫ് ദ സ്കൂൾ ആണ് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്, നെയിം ഓഫ് ദ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കണ്ട, എന്താ കൊടുത്താൽ മതി, ABC സ്കൂൾ എന്നോ XYZ സ്കൂൾ എന്നോ PYQX സ്കൂൾ എന്നോ എന്തെങ്കിലും ഒരു പേര് ജസ്റ്റ് അവിടെ കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ 3 ഹെഡിങ്ങുകൾ ഇപ്പൊ നിലവിൽ വന്നു. നോട്ടീസ് എന്ന് നമ്മൾ കൊടുത്തു, ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം കൊടുത്തു, നെയിം ഓഫ് ദ സ്കൂളും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് ഡിയർ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഡിയർ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ഡിയർ പാരന്റ്സ്, അല്ലെങ്കിൽ ഇത് 3 ഡിയർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്. എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ട് ആ ഒരു സല്യൂട്ടേഷൻ ആഡ് ചെയ്യുക. ഡിയർ പാരന്റ്സിന് മാത്രമേ ഉള്ളെങ്കിൽ ഡിയർ പാരന്റ്സ്, സ്റ്റുഡൻസിന് മാത്രമുള്ളതാണെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സിന് മാത്രമുള്ളതാണെങ്കിൽ ഡിയർ ടീച്ചേഴ്സ്, ഇനി എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ ഡിയർ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കോമ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാണ്, ദ നെയിം ഓഫ് ദ ക്ലബ്ബ്. ഏത് ക്ലബ്ബാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് അത് അവിടെ എഴുതി കൊടുക്കുക. ദ ഇംഗ്ലീഷ് ക്ലബ്ബ്, ദ സോഷ്യൽ ക്ലബ്ബ് ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം ഓഫ് നെയിം ഓഫ് ദ സ്കൂൾ. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു നെയിം ഓഫ് ദ സ്കൂൾ കൊടുത്തു, അത് വീണ്ടും എടുത്ത് എഴുതുക. അപ്പൊ എന്താ, ABC സ്കൂൾ. അപ്പൊ എന്തായി, ദ സോഷ്യൽ ക്ലബ്ബ് ഓഫ് ABC സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്, അല്ലെങ്കിൽ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ്, അല്ലെങ്കിൽ ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ്. എവിടുന്നാ തീരുമാനിക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ദ സോഷ്യൽ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ പറഞ്ഞത് ആണല്ലോ. അപ്പൊ ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഒന്നുകിൽ കണ്ടക്ട് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസ് ആയിരിക്കും. അത് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക, അത് കൊടുക്കുക. ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്, ഞാൻ ആ സെമിനാർ ആണെങ്കിൽ നെയിം ഓഫ് ദ പ്രോഗ്രാം എന്താണ്, എ സെമിനാർ ഓൺ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞ് അവിടെ എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് മാറ്റി കൊടുക്കുക. ഇനി ഡേറ്റ് എഴുതുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും ഓൺ കൊടുത്തിട്ടുണ്ടാവണം. ഒരു കംപ്ലീറ്റ് ഡേറ്റ് ആണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ എന്തേ കൊടുക്കാവൂ, ഓൺ കൊടുത്തിട്ടുണ്ടാവണം, തെറ്റിക്കരുത്. ഇനി ടൈം, പരിപാടി ടൈം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്ന സമയത്ത് മുന്നിൽ എന്തേ പാടുള്ളൂ,
അറ്റേ പാടുള്ളൂ. അറ്റ് 10 AM, അറ്റ് 4 PM അത് നിർബന്ധമായിട്ടും ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു പ്ലേസ്, എവിടെയാണ് പരിപാടി നടക്കുന്നത്, മിക്കവാറും എന്തായിരിക്കും സ്കൂൾ ഓഡിറ്റോറിയം എന്നാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലെ. ആ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ എന്ത് കൊടുക്കാൻ ശ്രമിക്കുക, ഇന്ന് കൊടുക്കുക. അപ്പോൾ ഡേറ്റിന്റെ മുന്നിൽ ഓൺ വേണം, ടൈമിന്റെ മുന്നിൽ അറ്റ് വേണം, പ്ലേസിന്റെ മുന്നിൽ എന്തും കൊടുത്തോളാം, ഇന്നും കൊടുക്കുക. ഫുൾ സ്റ്റോപ്പ്. ആദ്യത്തെ ആ ഒരു സെന്റൻസ് സ്ട്രക്ചർ അവിടെ കഴിഞ്ഞു, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇനി വീണ്ടും തുടങ്ങാണ്. ദ ഫേമസ്, നമ്മൾ ഇനാഗുറേറ്ററി ആണ് പറയുന്നത്. സോ ഫേമസ് ആക്ടർ ആവാം, റൈറ്റർ ആവാം, എസ്സേയിസ്റ്റ് ആവാം, ജേർണലിസ്റ്റ് ആവാം, എന്തുമാവാം. ആരെയാണോ നമ്മൾ ഇനാഗുറേറ്റർ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അയാൾ ഏത് മേഖലയിൽ ഫേമസ് ആണോ അത് മെൻഷൻ ചെയ്യുക. റൈറ്റർ ആണെങ്കിൽ റൈറ്റർ, ആക്ടർ ആണെങ്കിൽ ആക്ടർ. ഇപ്പോൾ ദ ഫേമസ് ആക്ടർ ദുൽഖർ സൽമാൻ ഹാസ് കൺസെന്റഡ് എന്ന് കൊടുക്കാം. സോ ദ ഫേമസ് ആക്ടർ, റൈറ്റർ എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര്. ദ ഫേമസ് ആക്ടർ, മലയാളം ആക്ടർ ദുൽഖർ സൽമാൻ ഹാസ് consented to inaugurate the program. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് ദുൽഖർ സൽമാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് കാണാതെ പഠിച്ചോളാം. ഹാസ് കൺസെന്റഡ് ടു ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഇനി അതിൻ്റെയും താഴെ ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദ പ്രോഗ്രാം. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്ന ഇത്രയും ഭാഗം. ഇതാണ് ഫസ്റ്റ് ഫേസ് ഓഫ് എ നോട്ടീസ്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അങ്ങോട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ്. പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ ഇതും കൂടി എഴുതുന്നതോടുകൂടി ഒരു നോട്ടീസ് എന്താവും, ഒരു പേജിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും. നല്ലൊരു ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ 5 മാർക്ക്. 5 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇത്തരത്തിൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്നൊരു സൈഡ് ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ, ഇവിടെ നമ്മൾ പ്ലേസ്, അതാണ് വെന്യൂ, ടൈമും ഡേറ്റും പറയുന്നുണ്ട്. അതൊന്നും കൂടി എടുത്ത് എഴുതുക, പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ വെന്യൂ, എവിടെയാണോ പരിപാടി നടക്കുന്നത്, എന്താണ് ABC സ്കൂൾ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു കൊടുക്കുക. ഡേറ്റ്, പരിപാടി നടക്കുന്ന ഡേറ്റ് അവിടെ എഴുതി വെക്കാം. ടൈം, എപ്പോഴാണോ ടൈം അത് എഴുതി വെക്കുക. പിന്നെ നമ്മുടെ പ്രോഗ്രാമിലെ മെയിൻ കാര്യങ്ങളുണ്ട് അല്ലെ. ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിൽ കുറെ ചടങ്ങുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എഴുതുന്ന പ്രയർ, സ്കൂൾ ടീം, സ്കൂൾ choir ടീം എന്തെങ്കിലും എഴുതി വെക്കാം. വെൽക്കം സ്പീച്ച് എന്താണ്, HMO അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം ആരെങ്കിലും പിടിച്ച് അതിനിടുക. ഇനാഗുറേഷൻ, നമ്മൾ നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തു, ഇനാഗുറേറ്റർ ആരാണെന്നുള്ളത് മെൻഷൻ ചെയ്തു. അയാളുടെ പേര് ഇവിടെ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കുക. അപ്പൊ ദുൽഖർ സൽമാൻ, ഫേം ആണെങ്കിൽ ബ്രാക്കറ്റിൽ മലയാളം ആക്ടർന്നോ എന്തെങ്കിലും കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയാവും. ഫെലിസിറ്റേഷൻ, എന്താണ്, ആശംസാ പ്രസംഗമാണ്. ഈ ഒരു പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരെങ്കിൽ അറ്റ്ലീസ്റ്റ്, അതിനൊന്നും മാർക്കില്ല, ഈ ഒരു ഓർഡറിൽ മാത്രമാണ് മാർക്ക്. അപ്പൊ അത് എഴുതി വെക്കുക. ദെൻ വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറയണം. പരിപാടി അവസാനിപ്പിക്കുന്ന ഭാഗത്ത് നന്ദി പറയണം. ഇത് എല്ലാ നോട്ടീസിനും ഇത് എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ, നോ പ്രോബ്ലം, പ്രയാസങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പൊ വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറഞ്ഞു. ഇനി വീണ്ടും ഡേറ്റും പ്ലേസും വരികയാണ്. ലെഫ്റ്റ് സൈഡ് ചേർത്തൊരു ഡേറ്റും പ്ലേസും. അതായത് ഈ നോട്ടീസ് ഇറങ്ങിയ അന്നത്തെ ഒരു ഡേറ്റും ഒരു പ്ലേസും ആണ് വേണ്ടത്. ഡേറ്റും പ്ലേസ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡേറ്റും പ്ലേസും എഴുതി വെച്ചാൽ മാത്രം മതി. അതിന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് എന്തും വേണം, സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ്, പേര്, സിഗ്നേച്ചർ. ഇവിടെ നെയിം എഴുതിക്കോണം നിർബന്ധമൊന്നുമില്ല. യു ആർ ദ സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നിങ്ങളുടെ പേരും സൈനോ വേണ്ടത്. ജസ്റ്റ് നെയിം, സിഗ്നേച്ചറിന് പകരം SD ബാർ ആ ഒരു സംഗതി എഴുതി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഈ ഒരു കൃത്യമായിട്ട് ഈ ഒരു അലൈൻമെന്റ് ഒക്കെ കീപ്പ് ചെയ്ത് ഈ ഒരു മോഡലിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി സ്കോർ 5 മാർക്സ്. 5 മാർക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും, നോട്ടീസിന് കിട്ടും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പൊ ഈ രീതിയിൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് പ്രസന്റ് ചെയ്യണം, നോട്ടീസ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കോഴ്സിൽ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ നോട്ടീസിന്റെ മോഡൽ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ മറ്റുള്ള മോഡലുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.